നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കട്ടുകൊണ്ടുപോയ വാർത്ത പുറത്തു വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഹിന്ദു വികാരം ഉണരുന്നില്ല. കേരളത്തിലെ സംഘികളെല്ലാം ഈ വാർത്ത കേട്ടിട്ട് ചത്തതുപോലെ കിടക്കുകയാണ്. അനക്കോ ഇല്ല, ആവിയില്ല. പത്മനാഭന്റെ സ്വർണം കളവ് പോയി, അതും വൈഡൂര്യം ഉൾപ്പെടെ മൂല്യമുള്ള വസ്തുക്കൾ കഴിഞ്ഞ കുറച്ചു കാലമായി നിരന്തരം കട്ടുകൊണ്ടു പോകുന്നു എന്ന് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൊടുത്തതിന് പിന്നാലെ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലെ ആചാര സംരക്ഷകർ, വിശ്വാസത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള സംഘികൾ വച്ച നാവെടുക്കാത്തതും? ഈ അടുത്ത ദിവസം ശബരിമല സ്വർണം കട്ട കേസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സ്വർണം കട്ടത് ആരപ്പ എന്ന ചോദ്യമൊക്കെ ചോദിച്ച് ഇവർ ആഘോഷിച്ച് നടന്ന ഇതേ വ്യക്തികൾ അവിടെ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിനെയും മുൻ ദേവസ്വം മന്ത്രിയെല്ലാം വഴിനീളെ മൈക്ക് കെട്ടി തെറി പറഞ്ഞവർ, പഴി പറഞ്ഞവർ, ഇപ്പോ പത്മനാഭന്റെ കിണ്ടി വരെ അടിച്ചുകൊണ്ടുപോയ സംഭവം പുറത്തു വന്നിട്ട് എന്തുകൊണ്ടായിരിക്കും വായി തുറക്കാത്തത്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം അത് സർക്കാർ അല്ല നോക്കുന്നത് എന്നുള്ളതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. രാജകൊട്ടാരക്കാരും ഒപ്പം തന്നെ സംഘികൾ, വെറും സംഘികളല്ല, കേരളത്തിലെ ജാതിവാലുള്ള അല്ലെങ്കിൽ സവർണ സംഘികളാൽ നിയന്ത്രിക്കപ്പെടുന്ന കൊട്ടാരത്തിൽ ഇത്രയും വലിയ സ്വർണം കടക്കൽ നടന്നിട്ട് അത് വിവാദമാകാതെ മാറുന്നുണ്ടെങ്കിൽ, അത് മാധ്യമങ്ങൾക്ക് വലിയ ചർച്ചയാക്കേണ്ടെങ്കിൽ, ഈ നാട്ടിലെ ആരാധനാലയങ്ങളിലെ യഥാർത്ഥ അമ്പലക്കള്ളന്മാരാരാണ്, അവിടുത്തെ സ്വർണം കട്ടുകൊണ്ട് പോകുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? അതിന് നിങ്ങളെ ഒരു കാര്യം കൂടി കാണിക്കാം. നേരത്തെ ദേവസ്വം ബോർഡ് ആയതുകൊണ്ടാണല്ലോ ഹിന്ദു വികാരം പൊട്ടി ഒലിച്ചതും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് കുറ്റക്കാർ, ദേവസ്വം ബോർഡ് മന്ത്രിയാണ് കുറ്റക്കാരെന്ന് വായ്ത്താരിയിട്ട് നാവെടുത്ത് അകത്തിടുന്ന മുന്നെയാണ് അതേ അയ്യപ്പൻ 8ന്റെ പണി കൊടുത്തുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കള്ളന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അറ്റകുറ്റപ്പണിയുടെ പേരിൽ മുക്കിക്കൊണ്ടു പോയിരിക്കുന്നത് കോടാനുകോടി രൂപയുടെ സ്വർണം എന്നാണ് വിവരം. ഇനി നിങ്ങൾ ദേവസ്വം ബോർഡുകാരെല്ലാം കള്ളന്മാരെന്ന് പറയുമ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഉണ്ട്. എല്ലാം നമ്മുടെ നാട്ടിലെ വാലുള്ള നായന്മാരും വർമ്മമാരും മേനോന്മാരും കൊട്ടാരത്തിലെ രാജാക്കന്മാരുമാണ്. അങ്ങോട്ടേക്ക് നോക്കിയേ, ഇതിന്റെ ട്രസ്റ്റി ആരാണെന്ന് നോക്കിയേ. ഹിസ് ഹൈനസ് ശ്രീ പത്മനാഭ മൂലം തിരുനാൾ രാമവർമ്മ, ഇദ്ദേഹമാണ് ട്രസ്റ്റിയിലെ ഒരു പ്രധാന കക്ഷി. പിന്നീട് മറ്റൊന്ന് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജായിട്ടുള്ള ചെയർമാനാണ്. അതിനടുത്തതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ചുവല ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ആളെ അറിയാലോ, ആദിത്യ വർമ്മ. ആരാണ്? കവടിയാർ കൊട്ടാരത്തിലെ രാജാവാണ്, ഇളമുറക്കാരനാണ്. ഈ അടുത്ത കാലത്ത് അതേ കൊട്ടാരത്തിൽ നിന്ന് സ്വർണം കട്ട വിവരങ്ങൾ പുറത്തു വന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണമില്ല, കോലാഹലമില്ല. കട്ടോണ്ട് പോയതെല്ലാം കൊട്ടാരം നിറങ്ങി സംഘികളാണ്, സവർണ കള്ളന്മാരാണ്, അമ്പലം വിഴുങ്ങികളെന്ന് അറിഞ്ഞപ്പോൾ അതിൽ പിന്നെ അന്വേഷണവും വേണ്ട, അതുമായി ബന്ധപ്പെട്ട് വാർത്തയുമില്ല. അതിന്റെ തൊട്ടടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലുള്ള ആളാരെന്ന് നോക്കിയേ, കരമന ജയൻ. ആരാണ് കരമന ജയൻ? ഇപ്പോൾ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച കരമന ജയനെ നിങ്ങൾക്കറിയാലോ. അതും പോരാഞ്ഞിട്ട് BJPയുടെ തിരുവനന്തപുരം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്. ആരൊക്കെ കൂടെയാണ് പത്മനാഭന്റെ കിണ്ടി ഉൾപ്പെടെയുള്ള സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയതെന്ന് ഏറെക്കുറെ വ്യക്തമാകുന്നുണ്ടല്ലോ. പിന്നീട് മറ്റൊന്ന് അഡ്വക്കേറ്റ് A. വേലപ്പൻ നായർ. അങ്ങനെ ഇതാണ് ക്ഷേത്രത്തിന്റെ ഭരണം നിർവഹിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. ഇതിൽ ദേവസ്വം ബോർഡിനൊന്നും യാതൊരു ഉത്തരവാദിത്വവുമില്ല. കോടികൾ വിലമതിക്കുന്ന സ്വർണമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത്. ഈ കോടികൾ വിലമതിക്കുന്ന സ്വർണം എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് ഈ രാജകൊട്ടാരത്തിലുള്ളവർക്ക് ഏതെങ്കിലും സ്വർണ്ണഖനിയോ സ്വർണ്ണപ്പണിയോ ഒന്നും അല്ലായിരുന്നല്ലോ, അല്ലേ? പണ്ട് ഇവിടെ രാജഭരണം നടന്നിരുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും രാജാവ് ജോലിക്ക് പോയ കാര്യം നിങ്ങൾക്കറിയാവോ? അയാൾക്ക് എന്തായിരുന്നു പണി? ഈ നാട്ടിൽ ഇന്നിപ്പോ ജനാധിപത്യ ഭരണം നടക്കും പോലെ ഈ നാട് ഭരിച്ചിരുന്നവരാണ് രാജാവ്. ഈ രാജാവിന് ഇവിടെ നിന്നാണ് ഈ സ്വത്തൊക്കെ? രാജാവ് 10 പൈസയുടെ പണിയെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. രാജാവിന് പണമെന്ന് പറഞ്ഞാൽ ഇന്ന് നികുതിയാണെങ്കിൽ അന്ന് കപ്പം പിരിച്ചിരുന്നു ജനങ്ങളിൽ നിന്ന്. കപ്പത്തിന്റെ ഇന്നത്തെ പുതിയ പേരാണ് നികുതി. അപ്പൊ ഈ രാജകൊട്ടാരത്തിൽ കിട്ടുന്ന സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചെടുത്ത പണമാണ്. ആ നികുതി പണം എല്ലാം കൂടി അവർ അന്നത്തെ കാലഘട്ടത്തിൽ വ്യാപാരമെല്ലാം നടക്കുന്ന സന്ദർഭത്തിൽ സ്വർണമായിട്ടൊക്കെ കൊടുത്തതാണ് അവിടെ നിധിശേഖരമായിട്ടുള്ളത്. അല്ലാതെ കൊട്ടാരത്തിലുള്ളവർ കുഴിച്ചെടുത്ത സമ്പത്തല്ല പത്മനാഭന്റെ കൈവശമുള്ളത്. അത് ഇന്നെങ്ങനെയാണോ നികുതി വരുമാനങ്ങളും മറ്റ് കയറ്റുമതി ഇറക്കുമതിയിൽ ഉൾപ്പെടെയുള്ള വരുമാനങ്ങൾ വരുന്നു, അതിന്റെ മറ്റൊരു വേർഷനാണ് ആ കാലഘട്ടത്തിൽ നടന്നത്. അന്ന് സ്വർണത്തിനൊന്നും ഇത്രയും മൂല്യമില്ലാത്തത് കൊണ്ട് ഇതൊക്കെ കൊടുത്തായിരുന്നു
ഈ കച്ചവടങ്ങൾ നടന്നത്. ആ കച്ചവടം നടന്നതിന്റെ ബാക്കി പത്രമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തുള്ള സ്വർണമെന്ന് വേണം മനസ്സിലാക്കാൻ. ആ സ്വർണം ഇപ്പോൾ അമൂല്യ വസ്തുവായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. സർക്കാരുകൾ കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ചു സുരക്ഷ ഒരുക്കുന്നുണ്ട്. പക്ഷേ വേലി തന്നെ വിളവ് തിന്നുന്നു എന്നതിന്റെ തെളിവാണ്. കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് ഉൾപ്പെടെയുള്ള കൊട്ടാരത്തിലുള്ളവന്മാരെല്ലാം വലിയ അമ്പലക്കള്ളന്മാരാണെന്നും പത്മനാഭന്റെ സ്വത്ത് ഉൾപ്പെടെ അടിച്ചുകൊണ്ടുപോയി തിന്നുന്നവരാണെന്ന് മുമ്പ് ആരോപണം ഉയർന്നിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കേസ് പോയിട്ടുണ്ട്. അത് ഉന്നയിച്ചത് അതേ അമ്പലത്തിലെ ഒരു ജീവനക്കാരനായിരുന്നു. ഇപ്പോൾ അത് പരിപൂർണ തോതിൽ തെളിഞ്ഞിരിക്കുകയാണ്. സ്വർണം കട്ട വിഷയം പുറത്തേക്ക് വന്നപ്പോൾ ശബരിമലയിൽ തന്ത്രിയെ പോലുള്ള കള്ളം സ്വർണം അടിച്ചുകൊണ്ട് പോയതുപോലെ തന്നെ ഇങ്ങ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ആ സ്വർണം കട്ടത് രാജകൊട്ടാരത്തിലുള്ള പെരുങ്കള്ളന്മാരാണെന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ ഇതര ഹിന്ദു സമുദായത്തിലുള്ള ഒരു മനുഷ്യർക്കും പ്രവേശിക്കാൻ കഴിയില്ല. സവർണർക്ക് മാത്രം, കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന ശുദ്ധിയുള്ള ജാതിക്കാർക്ക് മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന ഇടത്തു നിന്ന് ആരായിരിക്കും സ്വർണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ടും കൂടുതൽ അതിൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ അല്പം ചിന്തിക്കുന്നവർക്കറിയാം അതിനകത്തുള്ളവന്മാർ തന്നെയാണ് കള്ളന്മാർ. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളായിട്ടുള്ളവർ ഉൾപ്പെടെ ഈ സ്വർണം കട്ടതിൽ പങ്കുണ്ടെന്ന് ഈ നാടിന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദേവസ്വം ബോർഡിലെ സ്വർണം പോയതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം ബോർഡ് മന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം പോയതിൽ BJP നേതാവായിട്ടുള്ള കരമന ജയനും ആദിത്യവർമ്മ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ട്. ആ സ്വർണം കട്ടത് ഇവരറിയാതെ അല്ല എന്ന് ഉറപ്പാണ്. ഇത് എവിടെ കൊണ്ടുപോയി വിറ്റു, ഇതിന് എത്ര കോടി രൂപ കിട്ടി, ഇതിന്റെ കച്ചവടത്തിന്റെ ഡീൽ ഉറപ്പിച്ചതാര് എന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ അന്വേഷണം നടത്തിയേ മതിയാകുള്ളൂ. ശബരിമല സ്വർണവുമായി ബന്ധപ്പെട്ട് ആചാര സംരക്ഷകരുടെ കുരു പൊട്ടിയപ്പോൾ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഇല്ല, BJP ഇല്ല, ആചാര സംരക്ഷകർക്കാർക്കും പത്മനാഭന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ വിഷയത്തിൽ ആരാണ് ആ കള്ളന്മാരെന്ന് അറിയണ്ടാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ കൂട്ടുകച്ചവടത്തിന്റെ വ്യാപ്തി എന്താണെന്ന് ഈ നാട്ടിലെ വിശ്വാസ സമൂഹം തിരിച്ചറിയണം.